അമേരിക്കയിലെ നിയമവിരുദ്ധരായി കഴിയുന്ന ഇന്ത്യൻ കുടിയേറ്റക്കാരുമായുള്ള വിമാനം ഇന്ന് അർദ്ധരാത്രിയോടെ അമൃത്സറിൽ എത്തുമെന്ന് വിവരം. 119 കുടിയേറ്റക്കാരുമായാണ് അമേരിക്കയിൽ നിന്നുള്ള രണ്ടാമത്തെ വിമാനം എത്തുന്നത്. US സൈനിക വിമാനത്തിൽ വിലങ്ങണിയിച്ച് നേരത്തെ ഇന്ത്യക്കാരെ എത്തിച്ചതിൽ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് അച്യുതൻ നൽകും. അച്യുതൻ, ഗുഡ് ഈവനിങ്. അമേരിക്കയിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ കുടിയേറ്റക്കാരെ ഇങ്ങോട്ടേക്ക് വിലങ്ങണിയിച്ച് എത്തിച്ചത് വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത വിമാനം എത്തുകയാണ്. എത്ര മണിക്കാണ് എത്തുക? അതിൽ യാത്രക്കാർ എത്ര പേരുണ്ട്? ശ്രീനിത, ഈ കഴിഞ്ഞ തവണ 104 അനധികൃത കുടിയേറ്റക്കാരെ, ഇന്ത്യൻ കുടിയേറ്റക്കാരെ തിരികെ അയച്ചതുമായി ബന്ധപ്പെട്ട്, അതായത് കൈകളിൽ വിലങ്ങണിയിച്ചും കാലുകളിൽ ചങ്ങലയും ഇട്ട് തിരികെ അയച്ചതിൽ വൻ പ്രതിഷേധമാണ് രാജ്യത്ത് ഉയർന്നത്. ഒടുവിൽ ഇന്ത്യ ആ വിഷയത്തിൽ US-നോട് ആശങ്ക രേഖപ്പെടുത്തിയ ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാം ഘട്ട ഒരു അനധികൃത കുടിയേറ്റക്കാരെ ഇപ്പോൾ US-ൽ നിന്ന് തിരികെ അയക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ വിമാനം അമൃത്സറിൽ എത്തുമെന്നാണ് വിവരം. 119 കുടിയേറ്റക്കാരുമായി ആയിരിക്കും ഈ വിമാനം എത്തുക. അതിൽ കൂടുതലും പഞ്ചാബിൽ നിന്നുള്ളവരാണ്. 67 പേർ പഞ്ചാബിൽ നിന്നും 33 പേർ ഹരിയാനയിൽ നിന്നുമുള്ളവരെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളായിട്ടുള്ള ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗോവ, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ഈ തിരികെ അയക്കുന്ന കുടിയേറ്റക്കാരിൽ ഉള്ളതായാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ വിമാനം എത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ അമൃത്സറിലെ എയർപോർട്ടിൽ ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വിമാനത്താവളത്തിൽ കാണും. എന്താണ് സാഹചര്യം? നിലവിൽ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ തിരികെ അയക്കുന്നവരോട് മോശമായ ഏതെങ്കിലും രീതിയിലുള്ള പെരുമാറ്റമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ നിലവിലെ ഈ ഉദ്യോഗസ്ഥർ പരിശോധിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. പക്ഷേ സൈനിക വിമാനത്തിലാണോ, US-ന് സൈനിക വിമാനത്തിലാണോ തിരികെ അയക്കുന്നത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങൾ ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. മറ്റൊന്ന്, ഈ മൂന്നാമത്തെ വിമാനം ഞായറാഴ്ചയോടുകൂടി എത്തുമെന്ന റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ വന്നത് 2 വിമാനങ്ങളിലായി സംഘം എത്തുമെന്നാണ്. എന്തായാലും മൂന്നാമത്തെ വിമാനം അത് ഞായറാഴ്ച പ്രതീക്ഷിക്കാം എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചകൾ നടന്നു. ഈ വിഷയം ചർച്ച ചെയ്തതായുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാം സംഘത്തെ ഇപ്പോൾ US-ൽ നിന്ന് രാജ്യത്തേക്ക് തിരികെ എത്തിക്കാനായി ഒരുങ്ങുന്നത്. ശ്രീനിത, അച്യുതനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്. ഏതായാലും ട്രംപും നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച, അതിലുണ്ടായ ചില ധാരണകൾ, അതിൻ്റെ പുറത്ത് ഇനി മുൻപത്തെ പോലെ മോശം രീതിയിൽ അപമാനിച്ച് അവരെ കയറ്റി അയക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.